full loan ആണ്. Full loan തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. Full loan ഇതിന് അവൈലബിൾ ആണ്. ക്യാഷ് ബാക്ക് വരെ ഇതിന് അവൈലബിൾ. Full loan ആണ്. ഇതും full loan തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം എന്താ അറിയോ ഇതൊക്കെ പകുതി വിലക്കാണ് ഈ വാഹനങ്ങൾ കിട്ടുന്നത്. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു വാഹനം അതും ഒരു സബോമീറ്റർ എസ്യുവി നോക്കുന്നവർക്ക് കേവലം ഒരു സോണറ്റ് വരുന്നുണ്ട്. എവിടെയും കിട്ടാത്ത വില തന്നെ എവിടെയും കിട്ടാത്ത വില ഫുൾ ലോൺ ചെയ്യാം. എന്നിട്ടുള്ള അധിക വാഹനം 90% വാഹനങ്ങളിലും ഫുൾ ലോൺ ആണ്. ഒരു 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഇത് ഫുൾ ലോൺ ആണ്. ഇതും ഫുൾ ലോൺ തന്നെയാണ്. 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വണ്ടിയുടെ വിലയും പ്ലസ് നമുക്ക് ആഡ് ഓൺ ചെയ്ത പ്രൈസ് കൂടി കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോമാറ്റിക്കലി വെറും 19,000 ഓടിയ ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. വെറും 77,000 ഓടിയിട്ടുള്ളൂ. ഫുൾ ലോണിൽ കൊടുക്കാം. ലോ കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി ആയ ഉദ്ദേശം 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന, അതായത് യൂസ്ഡ് കാറുകൾക്ക് 1 വർഷം വരെ വാറണ്ടി വരെ കൊടുക്കുന്ന വാഹനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ക്രെറ്റ സെൽട്ടോസ് ഒക്കെ നമുക്ക് വരുന്നത് 10 ലക്ഷം ബഡ്ജറ്റിൽ 8-9 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ 35,000 കിലോമീറ്റർ ഹൈ ഫീച്ചറിസ്റ്റിക് ആയ വാഹനമാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങള് അതൊക്കെ അങ്ങനെ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡ്ലൻ 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ. അവർക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഇത് ഫുൾ ലോണും അവൈലബിൾ ആണ്. ഫുൾ ലോൺ ആണ് ഫ്രണ്ട്സ്. ഏറ്റവും നല്ല ക്വാളിറ്റിയില് അതും നമുക്ക് അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യുന്ന ഒരു യൂസർ കാറാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഏതും ആകട്ടെ പുതിയ വാഹനം എടുക്കുന്നത് പോലെ നമുക്ക് ക്വാളിറ്റിയിലും ഗ്യാരണ്ടിയിലും ടെൻഷൻ ഫ്രീ ആയിട്ട് ലോ കിലോമീറ്റർ ഓടിയ SUVകളുടെ നല്ലൊരു കിഡ്ലൻ കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാം അവൈലബിൾ ആയിട്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെയും SUVകൾ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. 7 സീറ്ററുകളുണ്ട്. SUVകളുടെ ഒരു കമ്പനിയുമായി ശേഖരമായിട്ടാണ് ഇന്ന് നമ്മൾ മാനുക്കാരുടെ അടുത്ത് വന്നിട്ടുള്ളത്. മാനുക്ക, നമ്മള് ന്യൂ ഇയർ പുതിയൊരു വർഷത്തിലേക്ക് അടക്കാൻ പോവാണ് അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാനുസ് കാറുകൾ ഒത്തിരി വിപുലീകരണത്തിന്റെ ഭാഗത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയൊരു പിന്നെ നമുക്ക് വലിയൊരു ഏരിയ, പുതിയൊരു പക്ക ലക്ഷറി ഷോറൂമിന്റെ ഒക്കെ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ് അല്ലേ? മാനുക്ക, എന്തൊക്കെയാണ് നമ്മളെ ന്യൂ ഇയർ ഒക്കെ ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങള്? ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഗിഫ്റ്റുകളെല്ലാം കൊടുക്കാം. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസണബിൾ പ്രൈസിന്, ക്വാളിറ്റി കാറുകൾ റീസണബിൾ പ്രൈസിനാണ്. അതിൽ വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മുടെ സന്തോഷത്തിന്, കസ്റ്റമർ സന്തോഷത്തിനല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് പെട്രോൾ കൂപ്പൺ കൊടുക്കുക, അതവർക്ക് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുക. ഇത് ജനുവരി 10-ാം തീയതി 2026 ജനുവരി 10-ാം തീയതി വരെ വാങ്ങുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജനുവരി 10 വരെയുള്ള ബുക്കിംഗ്സിന് നമ്മൾ ഈ പറഞ്ഞ ഗിഫ്റ്റുകൾ, പെട്രോൾ കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. മാക്സിമം വില കുറവില്ല. അപ്പൊ മാനുക, ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് മാനൂസിൽ എത്തിച്ചേരാം? അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം. ഇത് കോഴിക്കോട് എയർപോർട്ടിന്റെ അവിടെ നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് 12 കിലോമീറ്റർ. അതേപോലെ മലപ്പുറം മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നാഷണൽ ഹൈവേ 66 വെള്ളോമ്പ്രം എന്ന സ്ഥലത്താണ്. ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലും മാനസ് കാറുകളിലും അടിച്ചാൽ കറക്റ്റായി നമ്മളെ ലൊക്കേഷനിൽ എത്തി തരും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി ആയ ഉദ്ദേശം 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന, അതായത് യൂസ്ഡ് കാറുകൾക്ക് 1 വർഷം വരെ വാറണ്ടി വരെ കൊടുക്കുന്ന വാഹനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസ് കാർ വേൾഡായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെന്ററിംഗ് ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോറൂമാണ്. സോ നമുക്ക് ഒരു ടെൻഷനും കൂടാതെ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെ SUVകളും ഉണ്ട് എന്നല്ലേ? ന്യൂ മോഡൽ ക്രെറ്റ വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു 7 സീറ്റ്, കാരണം ഈ വാഹനം എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയിൽ അത്രയും ബുക്കിങ്ങും കൂടുതൽ അത്രയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര SUV 700 ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മാനുക അതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2023 വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഇത് AX7 ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്കല് 7 സീറ്റർ വാഹനമാണ്. അതും പക്ക വൈറ്റ് ലോ കിലോമീറ്റർ വാഹനം. ഓൺഷിപ്പ് സിംഗിൾ അല്ല മാനുക വരുന്നത്? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പക്ക പ്രീമിയം ലെവലില് അത്രയും നമ്മള് വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. കൂടെ തന്നെ നമുക്ക് 7 സീറ്റർ കൂടിയാണ് ഈ ഒരു വാഹനം. ലോ കിലോമീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര മാർക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 22 ലാഖിന് കൊടുക്കാൻ പറ്റും. ഏകദേശം 30 ലക്ഷം രൂപ വരെ പുതിയ വണ്ടിക്ക് വില വരുന്ന വണ്ടിയാണ് അല്ലെ? അപ്പൊ നമുക്കൊരു പുതിയ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 8-9 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ 35,000 കിലോമീറ്റർ ഹൈ ഫീച്ചറിസ്റ്റിക് ആയ വാഹനമാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങള് അതൊക്കെ അങ്ങനെ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡ്ലൻ 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ. നമുക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഇത് ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഫുൾ ലോൺ ആണ്. അപ്പൊ 22 ലക്ഷം രൂപ വാങ്ങാൻ എലിജിബിൾ ഉള്ള 22 ലക്ഷം രൂപ ലോൺ എടുക്കാൻ എലിജിബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ ഇതിന് അവൈലബിൾ ആണ്. ക്യാഷ് ബാക്ക് വരെ ഇതിന് അവൈലബിൾ. ക്യാഷ് ബാക്ക് വരെ കിട്ടുന്ന ഒരു വാഹനമാണ്. അത് ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഓടിയ 2020
X7 ആണ്, ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്കൊരു കിടിലൻ ജമണ്ട വാഹനമാണ്. നമ്മൾക്കൊരു ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ടയോട്ടയുടെ ഫോർച്യൂണർ. ഫിറ്റിംഗ്സ് കൊണ്ട് ഒരു കളിയാണ് അല്ലേ? അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ വന്നിട്ടുള്ള ഒരു കിടിലൻ വാഹനം. അത്യാവശ്യം നല്ലൊരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടുവരുന്ന വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു മാനക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 ആണ്, ഓട്ടോമാറ്റിക് ആണ്, 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? ലോ കിലോമീറ്റർ ആണ്, ഒറിജിനൽ കേരള വാഹനം. അതേപോലെ തന്നെ നമുക്ക് വെറും 31,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല. ഓട്ടോമാറ്റിക് ആണ്. 4 വീൽ ആണ്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനക്ക വരുന്നത്? സെക്കൻഡ് ഓണർ അല്ലേ? ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങൾ എല്ലാം നമുക്ക് പുതുപുത്തൻ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ 2021 മോഡല് വെറും 31,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള 2 വീൽ ഓട്ടോമാറ്റിക്. മാർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഫൈനലായിട്ട് 39,10,000 രൂപ കൊടുക്കാൻ പറ്റും. 39,10,000. പുതിയൊരു വാഹനത്തിന് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് എത്ര രൂപ? പുതിയൊരു വാഹനമാണെങ്കിൽ കൂടെ അതിൽ കുറെ ആഡ് ഓൺ ചെയ്യാണ്ട്. ഇപ്പൊ അതേപോലെ TR ടിക്കറ്റ് ഒക്കെ കമ്പനിയിൽ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അതേപോലെ കുറെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വർത്താണ്. 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വണ്ടിയുടെ വിലയും പ്ലസ് നമുക്ക് ആഡ് ഓൺ ചെയ്ത പ്രൈസ് കൂടി കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം ഇറക്കാം. 2 ലക്ഷം രൂപയിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം. അടുത്തതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ക്രെറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ച ഒരു വികാരമാണ് ശരിക്കും. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മാനക്കത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 ആണ്, 34,000 കിലോമീറ്റർ ആണ്, ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണ്, SX ആണ്, പെട്രോൾ ആണ് അല്ലേ? അപ്പൊ ഇതും ലോ കിലോമീറ്റർ ഓടിയ ഒരു ക്രെറ്റയാണ്. വെറും 34,000 കിലോമീറ്റർ, 2024 മോഡൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 15,35,000 രൂപ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസിന് കൊടുക്കാൻ പറ്റും. 15,35 ഓഫർ പ്രൈസ്. പുതിയൊരു വാഹനത്തിന് നമുക്ക് ഏകദേശം എത്രക്ക് വരുന്നുണ്ട്? ഏകദേശം 20 അബവ് വരുന്നുണ്ട്. അപ്പൊ ഒരു 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അടുത്താണ് വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിയയുടെ സെൽട്ടോസ് ആണ്, അതും ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 ആണ്, വെറും 19,000 കിലോമീറ്റർ മാത്രമേ സിംഗിൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 17 ലക്ഷം രൂപക്ക് ചെയ്യാനും പറ്റും. ഒരു 16,50,000 രൂപ ലോണും ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോമാറ്റിക്കിൽ വെറും 19,000 ഓടിയ ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അത് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയാണ്, അതും ഫുൾ ബ്ലാക്കില്. അപ്പൊ ഒന്നുകൂടി ബഡ്ജറ്റ് ആണ്, ക്രെറ്റ തന്നെ വേണം. സോ നല്ല പെർഫോമൻസും നല്ല മൈലേജും ലോ മെയിൻസും വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 ആണ്, 75,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? പെട്രോൾ അല്ലേ? 75,000 കിലോമീറ്റർ ആണ്. ലോ മെയിൻ്റെനൻസ് വരുന്ന വാഹനമാണ്. മാനക്ക നമുക്ക് ഈ ഒരു വാഹനം എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് 8,25,000 രൂപ കൊടുക്കാൻ പറ്റും. ഒരു 2019 ആണ്, SX ആണ്, 8,25,000 വെറും 77,000 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓൺ കൊടുക്കാം. അടുത്ത അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, വൈറ്റ് ഫിനിഷിങ്. ബ്ലാക്ക് വേണ്ടെങ്കിൽ ബ്ലാക്ക് കൊണ്ട് വൈറ്റ് കൊണ്ട് എടുക്കും. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019-20 രജിസ്ട്രേഷൻ വരുന്ന 77,000 കിലോമീറ്ററിൽ 2019 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ്, SX. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനലായിട്ട് 10,35,000 രൂപ. 10,35. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്. ഡിപ്പെൻസ് നോക്കുമ്പോൾ ഇനി വേണ്ട, സോറി, ഇത് നമുക്ക് 10,10,000 രൂപ കൊടുക്കാൻ പറ്റും. 10,10 ഫൈനൽ റേറ്റ് ആണ്. ടോപ്പ് മോഡലാണ്, 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള, 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 70,000 കിലോമീറ്റർ ഓടി, 77,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഫുൾ ഓൺ മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു സെൽട്ടോസ് തന്നെയാണ്, അതും ബ്ലാക്കിൽ GT ലൈന്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല്? 2020 ആണ്, 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനമാണ് ഇത്. നമുക്ക് ഇത് പെട്രോൾ ആണ്. ഇത് നമുക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ. അപ്പൊ അതാണ് ക്രെറ്റ സെൽട്ടോസ് ഒക്കെ നമുക്ക് വരുന്നത് 10 ലക്ഷം ബഡ്ജറ്റിൽ. ഫുൾ ഓണും ചെയ്യാം. ഇത് ഏകദേശം ഈ ലൈനെല്ലാം അതേ ട്രെയിനാണ് വരുന്നത്. അടുത്ത വീണ്ടും നമുക്കൊരു MG പിന്നെ എക്ടർ ആണ്. എക്ടർ പ്ലസ് ആണ്, പ്ലസ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്. അപ്പൊ 7 സീറ്ററില് ഒരു ഓട്ടോമാറ്റിക്കില്
അത് നല്ല കംഫർട്ടും കാര്യങ്ങളും ഫീച്ചേഴ്സിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിടലൻ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കല് സിംഗിൾ ഓൺഷിപ്പ് ആണോ? സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 15 ലക്ഷം രൂപ ചെയ്യാം. 15 ലക്ഷം. 14,90,000 രൂപ ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം. 14,90 ഫൈനൽ പ്രൈസ്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. അടുത്ത വീണ്ടും എംജിയുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ടല്ലോ. ഇത് 5 സീറ്റർ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2021 ഇത് 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് വരുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ട് ആണ്, പക്ക ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു നമുക്ക് ആളുകൾക്ക് വില കുറഞ്ഞിട്ടുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇത് 9,50,000 രൂപയ്ക്ക് 2021 കൊടുക്കാൻ പറ്റും. 9 ലക്ഷം 10 ലക്ഷം താഴെ ബഡ്ജറ്റില് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കിലോമീറ്റർ 21,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഫുൾ ഓൺ അല്ല. അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം വേണ്ടവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വീണ്ടും തവണ നമ്മൾ MG തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് MG8+ ആണ്, 7 സീറ്റർ വാഹനമാണ്. എങ്ങനെയായിരുന്നു മാനക്കത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 ഇത് 49,000 കിലോമീറ്റർ എക്ടർ പ്ലസ് ആണ്. ഡീസലാണ്. നമുക്ക് ഡീസലുണ്ട്, പെട്രോൾ, ഓട്ടോമാറ്റിക് എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഈ 5 സീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ 5 സീറ്റർ ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു മാനക? നമുക്ക് ഫൈനലായിട്ട് 15 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 15 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപ വേണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഫുൾ ഓൺ ആണ്. ഇതും ഫുൾ ഓൺ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം എന്താ പറയുക, ഇതൊക്കെ പകുതി വിലക്കാണ് വാഹനങ്ങൾ കിട്ടുന്നത്. പുതിയൊരു വാഹനമായിട്ട് നമുക്ക് പകുതിയിലും കുറഞ്ഞ വില എന്ന് തന്നെ പറയാം. അതും ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ ഫുൾ ലോൺ. ഈ വാഹനങ്ങൾക്കൊക്കെ 1 വർഷം, MGകൾക്കൊക്കെ 1 വർഷം വാറന്റി നൽകുന്നു. ഇതിന് പുറമെ നമുക്ക് വാറന്റി അവൈലബിൾ ആണ് അല്ലേ? ഇനി അടുത്ത ന്യൂ ഫേസിൽ സ്കോർപിയോ ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സ്കോർപിയോ നോക്കി നടക്കുന്ന ഒരു കിഡ്ലം വാഹനമാണ്. വൈറ്റ് ഫിനിഷിംഗില് ഒരു കിഡ്ലം S4+ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ലം ഇന്റീരിയർ ആണ്. സോ ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ സ്കോർപിയോ നോക്കി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ എങ്ങനെയായിരുന്നു മാനക്കത്തിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2017 മോഡലിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ ഡീസലാണ്. ഇത് S4 വേരിയന്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് എവിടെയും കിട്ടാത്ത വില എന്നാണ്. എവിടെയും കിട്ടാത്ത വിലക്ക് 7,75,000 രൂപയ്ക്ക് 2018 സ്കോർപിയോ എടുക്കാൻ പറ്റും. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു സ്കോർപിയോ, അത് നമുക്കൊരു ഓഫർ പ്രൈസിന് നമുക്ക് എത്ര രൂപയ്ക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റൂല. നമ്മുടെ മാരുതി ഒരു കിട്ടുള്ള SUV നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ്. ഡോൾട്ടൂണിലൊക്കെ വരുന്ന ഒരു മാരുതി സുസുക്കി വിറ്റാര ബ്രസ ഡീസൽ വേരിയന്റ് ആണ്. അത് നമുക്ക് KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ZA ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഡെയിലി യൂസിന് ലോ മെയിൻ്റനൻസിൽ വരുന്ന ഒരു മാരുതിന്റെ വാഹനം. എങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് 2017 ഇത് നമുക്ക് ഫൈനലായിട്ട് 7,25,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതിന് ഫുൾ ലോണും അവൈലബിൾ ആണ്. 7,25 അത് നമുക്ക് ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്കില്. സോ ഇതിലെ ഏറ്റവും ട്രെൻഡിങ് കളർ ഈ ഒരു കളറായിരുന്നു അല്ലെ? അതുകൊണ്ട് ഡീസൽ വണ്ടിയാണ്. 1,00,000 താഴെ കിലോമീറ്റർ ഓടിയുള്ള 17 മോഡല്. എഗെയിൻ നമുക്ക് വീണ്ടും ഒരു MG തന്നെയാണ് വീണ്ടും ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ അതാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള കിഡ്ലം വാഹനങ്ങളാണ്. അത് പല കളർ ഓപ്ഷൻസും ഉണ്ട്, പല ജനറേഷനും ഉണ്ട് അല്ലെ? ഇത് വൈറ്റില് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 35,000 കിലോമീറ്റർ ഓടിയുള്ള ഡീസലാണ്. സോ നല്ല കംഫർട്ട്, ഫീച്ചേഴ്സ്, മൈലേജ് എല്ലാം വരുന്ന ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. മാനക്കത്ത് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനം? ഇത് നമുക്ക് ലാസ്റ്റ് 15 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര രൂപ? ഇത് ഫുൾ ഓൺ. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകുതി വിലയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് വാഹനത്തിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, EMI ആയിട്ട് മാത്രം നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ്. അതേപോലെ തന്നെ ഇത് ഈ അർട്ടിക ഇതേപോലത്തെ 7 സീറ്റർ പെട്രോൾ വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് ആ വാഹനം പുതിയത് എടുക്കുന്നതിന് ഈ MG പോലത്തെ ഡീസൽ വാഹനം കിട്ടും. അതിലേറെ ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അല്ല ഹൈ ലക്ഷറി വാഹനമായിട്ട് ആ ഒരു റേറ്റിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അല്ലെ? എങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് അമേരിക്കക്ക് വേണ്ടിയിട്ടാണ് വിട്ടുകൊടുത്താണ് അല്ലെ? ജീപ്പ് കോമ്പസ് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പൊ 2 വൈറ്റ് പക്ക വൈറ്റിൽ തന്നെ ഒരു വാഹനം വേണമെന്നുള്ളവർക്ക് ഇതാവണം നമുക്ക് വൈറ്റിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ്. എങ്ങനെയായിരുന്നു മാനക? 2018 രജിസ്റ്റർ ചെയ്തിട്ട് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലിമിറ്റഡ്. അപ്പം കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. വെറും 60,000 കിലോമീറ്റർ അല്ല? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും മാനക നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് 9,40,000 രൂപ കൊടുക്കാം. അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് ഡീസലില് വെറും 60,000 കിലോമീറ്റർ ഒരു വാഹനം അല്ല? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു വാഹനം, അതും
ഒരു സബോമീറ്റർ എസ് യു വി നോക്കുന്നവർക്ക് കേയുടെ ഒരു സോണറ്റ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതെ, ഇത് നമുക്ക് ഫൈനൽ കൊടുക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഓഫർ പ്രൈസിന് കൊടുക്കുക. അത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. 20 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് ഉണ്ടാവും. അപ്പൊ മൈലേജ്, കംഫർട്ടിന് കംഫർട്ട്, അത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, ഈവൻ സൺറൂഫ് വരെ വരുന്ന വാഹനമാണ്. വെറും 82,000 കിലോമീറ്റർ ഒറിജിനൽ കേരള, അതും ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ചെയ്യാം അല്ലേ? അതെ. നമുക്ക് ഇതാണ് ഒരു ഒന്നുകൂടെ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു കിട്ടളം വെന്യൂ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 ആണ്. ഇത് വെറും 20,000 കിലോമീറ്റർ ഓടില്ല. S+ ആണ് ഓപ്ഷൻ വരുന്നത്. ഓ, വെറും 20,000 കിലോമീറ്റർ. 2020 ഇവർ 27,000 5 കൊല്ലം കൊണ്ട് ആകെ 20,000 കിലോമീറ്റർ 27,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ്? പെട്രോൾ ആണ് അല്ലെ? ഇത് ടർബോ ആണോ നോർമൽ ആണോ? നോർമൽ അല്ലെ? അത്യാവശ്യം അപ്പൊ നോർമൽ ആകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 16-17 മൈലേജും കിട്ടും. ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓഫർ പ്രൈസിന് ഈ വാഹനം എത്ര രൂപ കൊടുക്കാൻ പറ്റും? 6,50,000 കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കും. അപ്പൊ നോക്കി നിങ്ങൾ കോസ്റ്റ്ലി ആയിട്ട് നല്ല കിഡ്ലം ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാഹനം, ബലൂൺ ടയേഴ്സ് കാര്യങ്ങളും, അപ്പൊ അത്യാവശ്യം നല്ലൊരു കിഡ്ലം ടയേഴ്സ് കാര്യങ്ങളും, അതേപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ്. വെറും 6,50,000 രൂപ, അതും ഫുൾ ഓണില്. അപ്പോൾ അതിലേറെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 20,000 കിലോമീറ്റർ മാത്രമാണ് 5 വർഷമായിട്ട് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സോ നമുക്കൊരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാലോ. ഇത് നമുക്കൊരു സെഡാനിലോട്ടാണ് പോകുന്നത്. 2 ഫോക്സ് വാഗൻ വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു വെന്റോ ആണ്, അതും വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് നല്ല കംഫർട്ടും ഫീച്ചേഴ്സും അതേപോലെ തന്നെ ബോഡി ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. DSG ഗിയർ ബോക്സിലൊക്കെ വരുന്ന ഫോക്സ് വാഗൻ വെന്റോ അല്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മൾ? 5,35,000 രൂപ കൊടുക്കാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം കൊണ്ടുപോകാം. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ് ജെറ്റ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? വാനിക്കാം. 2012 ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര കാലമായിട്ട് അത്ര കിലോമീറ്റർ ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? ഡീസലാണ്. സോ നല്ല മൈലേജും പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഫോക്സ് വാഗന്റെ വാഹനമാണ്. എത്ര രൂപ ചെയ്യാം നമുക്ക്? ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി? 5,000 കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. പക്ക പ്രീമിയം ലെവലിൽ ഡീസലിൽ ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി വാഹനം അല്ലേ? വീണ്ടും ഒരു MG തന്നെയാണ്. വീണ്ടും എക്ടർ തന്നെയാണ് അല്ലെ? എക്ടർ അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ. 5 ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2020 മോഡലാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ട് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് ഫൈനലായിട്ട് ഇത് ഡീസലാണ്. ഫൈനലായിട്ട് നമുക്ക് 13,20,000 രൂപയ്ക്ക് 13,20 അല്ലേ? ഏകദേശം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് വീണ്ടും ഒരു SUV 500 ആണ്. 700 ആണ് നമ്മൾ തുടങ്ങിയത്. ഒന്നുകൂടെ ബഡ്ജറ്റ് ഒക്കെ നോക്കുന്നവർക്ക് 7 സീറ്റർ, അത് ഡീസൽ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ആണ്. ഇത് ഒരു 7 സീറ്റർ, ഒരു ചെറിയ വിലക്ക് 7 സീറ്റർ വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. നല്ല നീറ്റായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 6,90,000 രൂപക്ക് 6,90,000 ചെറിയൊരു ബഡ്ജറ്റിന് ഡീസൽ 7 സീറ്റർ ഫുൾ ലോണും അവൈലബിൾ ആണ്. ഫുൾ ലോൺ അല്ലേ? ഇനി ഒരു മാരുതിയുടെ എർട്ടിക നോക്കുന്നവർക്ക് ഇതാവണോ? അത് നമുക്ക് ഏറ്റവും ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കിഡ്ലം വാഹനം. ഇതെങ്ങനെയായിരുന്നു മാനക്കാട്? 2019 30,000 കിലോമീറ്റർ മാത്രം ഓടി. ലോ കിലോമീറ്റർ ഓടിയ 7 സീറ്റർ അല്ലേ? എത്ര പേജ്? ഇത് നമുക്ക് ഫൈനലായിട്ട് 7,75,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഫൈനൽ പ്രൈസ് ആണ് 7,75,000 അല്ലേ? പക്ഷെ നമുക്ക് ലോണ് നമുക്ക് അതിന് ഫുൾ ലോണാണ്. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രീമിയം ലെവലിൽ ഒരു സെഡാനൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് സെമി പ്രീമിയം വരുന്ന ഒരു അടിപൊളി സിറ്റിയുടെ 4th gen ഇല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 ആണ്. 36,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ചെറിയ കിലോമീറ്റർ ആണ് മിക്ക വാഹനം നമുക്ക് വന്നിട്ടുള്ളത്. അത് നമുക്ക് സിറ്റി ഒക്കെ എത്രയും ചെറിയ കിലോമീറ്റർ ഇട്ടാൽ ഇച്ചിരി പാടാണ് അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 6,75,000 രൂപക്ക് ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ലോ മെയിൻ്റെനൻസ് ആണ്. നല്ല യാത്രാ കംഫർട്ടും ലോ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുന്ന ഒരു ഫാമിലിക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുണ്ടായിരുന്നു മാനുസ് കാർ വേൾഡിലാണ്. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ മാക്സിമം പൊട്ടിച്ചുള്ള റേറ്റുകളാണ്. നല്ല SUV ഫുൾ ലോണിലും ലക്ഷങ്ങൾ വിലക്കുറവിലും വിത്ത് വാറണ്ടി നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നമുക്ക് ഒരു പുതിയ ഷോറൂമിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു 10-ാം തീയതിക്ക് മുമ്പായിട്ട് തീർച്ചയായിട്ടും വരിക. കാരണം നമ്മൾ 10-ാം തീയതിക്ക് മുമ്പ് നമുക്ക് പെട്രോൾ കാർഡ് വരുന്നുണ്ട്, പെട്രോൾ കൂപ്പൺ വരുന്നുണ്ട്,
കൂടെ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കൂടെ തന്നെ അഷ്യൂർഡ് ആയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് മാനസ് കാർ വേൾഡിന്റെ വകയായിട്ട് തരുന്നുണ്ട്. സോ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.